ശബരിമലയിൽ ഇന്ന് തീർത്ഥാടകരുടെ തിരക്കുണ്ട്. ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 90,000 കടന്നു. സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നതോടെ ഇന്നത്തെ തത്സമയ ബുക്കിംഗ് നിർത്തിവെച്ചു. തിരക്ക് വർദ്ധിച്ചതോടെ നാളെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. MG പ്രതീഷ് ഉണ്ട് സന്നിധാനത്ത് നിന്ന്. പ്രതീഷ്, സുഗമമായി തന്നെ തീർത്ഥാടനം മുന്നോട്ട് പോകുന്നതല്ലേ പ്രതീഷ്? ഉന്മേഷ, കഴിഞ്ഞ 2 ദിവസം ശബരിമലയിൽ പൊതുവെ തിരക്ക് കുറവായിരുന്നു. ശരാശരി 90,000-ൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് 2 ദിവസമായി ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ 8 മണിവരെ ഏകദേശം 92,000 തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ തന്നെ ഔദ്യോഗിക കണക്ക് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് 1,00,000-ന് പുറത്ത് തീർത്ഥാടകർ ശബരിമലയിൽ എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നട തുറന്ന 3ാമത്തെ ദിവസമാണ് ശബരിമലയിൽ 1,07,000 തീർത്ഥാടകർ ദർശനം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ തിരക്ക് ക്രമാതീതമായി കൂടുകയും പിന്നീട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇന്നും 1,00,000 കടക്കും തീർത്ഥാടകരുടെ എണ്ണം എന്നതാണ് നമുക്ക് ഈ തിരക്ക് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരക്ക് കൂടിയതോടുകൂടി തന്നെ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് നിർത്തിവച്ചിട്ടുണ്ട്. 16,000-ഓളം തീർത്ഥാടകരെ സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്ന് ശബരിമലയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്ന സാഹചര്യം കണക്കിലെടുത്താണ് സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെയും കർശനമായ നിയന്ത്രണം സ്പോട്ട് ബുക്കിംഗിൽ ഉണ്ടായിരിക്കും. 5,000-ആയി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയിട്ടുണ്ട്. 70,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴിയും 5,000 തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമായിരിക്കും നാളെ ദർശനം ഉണ്ടായിരിക്കുന്നത്. തിരക്ക് കൂടിയെങ്കിൽ പോലും വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. മറ്റ് പരാതികൾ ഒന്നും തന്നെ ഇല്ല. കുറച്ച് സമയം നടപ്പന്തലിൽ കാത്തു നിൽക്കേണ്ടി വന്നാലും മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ തീർത്ഥാടകർ മല ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമാക്കി മടങ്ങുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ ശബരിമല സന്നിധാനത്തുണ്ട്. ചെറിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇടയ്ക്കിടയ്ക്കുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥയെ പോലും അവഗണിച്ചാണ് കൂടുതൽ തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. കൃത്യമായി തിരക്ക് ദേവസ്വം ബോർഡും പോലീസും വിലയിരുത്തുന്നുണ്ട്. അല്പസമയത്തിനകം സംസ്ഥാന പോലീസ് മേധാവി സന്നിധാനത്ത് എത്തുന്നുണ്ട്. അദ്ദേഹം മരക്കൂട്ടം കഴിഞ്ഞു എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഉൾപ്പെടെ ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ചില അവലോകനങ്ങൾ നടക്കും. എന്തായാലും നാളെ തീർത്ഥാടകർക്ക് ശബരിമലയിൽ നിയന്ത്രണമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 70,000 വെർച്വൽ ക്യൂവും 5,000 സ്പോട്ട് ബുക്കിംഗുമായിരിക്കും നാളെ ശബരിമലയിൽ അനുവദിക്കുക. ഉന്മേഷ്. ശരി, MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.